ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാൻ തഞ്ചാവൂരുള്ള മറാഠ പാലസ് കാണാൻ വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് മറാഠ പാലസിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് വശം ഇതുപോലെ രണ്ട് ആനയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഈ കാണുന്ന സ്ഥലത്താണ് ഇനിയിപ്പോൾ ടിക്കറ്റും എടുത്ത് ഇനി അകത്തേക്ക് കയറേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി ഫീ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പേർക്ക് വന്നിട്ട് 100 രൂപയാണ് കേട്ടോ. അതുപോലെ നമുക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 50 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും ക്യാമറയ്ക്കൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തോടെ ഇനി അകത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ അതൊന്ന് കയറി കാണാൻ വേണ്ടി ഇതേ വരെയാണ്. അപ്പോൾ നമ്മൾ കയറി അകത്തേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. സരസ്വതി മകൾ ലൈബ്രറി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിലെഴുതിയിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് തിരക്കില്ല തോന്നി. ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറേ പുസ്തകങ്ങളൊക്കെ വെച്ചിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അകത്തേക്കാണ് ദർബാർ ഹാളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കയറിയാണ് ദർബാർ ഹാൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ സൈഡിലൊക്കെ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചു കാണാം. ഇവിടെയൊക്കെ പണി നടക്കുകയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും മറ്റൊക്കെ നടക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അകത്തേക്ക് പോകുന്ന ബെൽ ടവർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ നേരത്തെ ആ ഹാള് കാണാനായിട്ട് അകത്ത് എന്നിട്ട് അവിടെ വർക്ക് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റിയില്ല. ഇവിടെ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അകത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ കാണുന്നതാണ് ബെൽ ടവർ കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നത്. ഇവിടെ നിന്നാണ് ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് ഗാലറി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കണക്ക് ക്യാമറ അലൗഡല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നാണ് പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞു. പിന്നെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ എന്തായാലും ഇവിടുത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇതുപോലുള്ള ശില്പങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ആർട്ട് മ്യൂസിയത്തിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലത്തെ ശില്പങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ ഫുള്ള് ഇതുപോലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഇങ്ങനെ കറങ്ങി ഓരോരോ സ്ഥലത്തും ഇതുപോലെ ശില്പങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോഴും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഉള്ള ശില്പങ്ങളും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫുള്ളിപ്പോൾ അതുപോലെ തന്നെയാണ് ഉണ്ടോ. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ ഇറങ്ങി ഇതിലേ ഇങ്ങനെ വന്നത്. അപ്പോൾ ആ നേരെ കാണുന്ന അത് നായക് ദർബാർ ഹാൾ എന്ന് പറയുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല, ക്യാമറ അലൗഡാണെന്ന് അറിയത്തില്ല. ഇനി അവിടെയും പോയി ഇതുപോലെ തിരക്കണം വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമുക്ക് പറ്റുന്നൊരു അബദ്ധം എന്ന് വെച്ചാൽ നമ്മൾ പല സ്ഥലത്തും ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാം ഇതുപോലെയുള്ള പുരാവസ്തുക്കളായതുകൊണ്ടും മറ്റൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്നതൊന്നും അലൗഡല്ല. അപ്പോൾ ചിലയിടത്തൊക്കെ കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതുപോലെ ഉള്ള പല സ്ഥലങ്ങളിലും വീഡിയോസ് അലൗഡല്ല. അപ്പോൾ ഇതാണ് നായക് ദർബാർ ആണെന്നുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക്
നേരത്തെ നമ്മൾ കണ്ട കണക്ക് തന്നെ പുരാവസ്തുക്കളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇവിടേക്ക് ഇങ്ങനെ ചില്ലുകൂടിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലാം നല്ല ഭംഗിക്ക് വൃത്തിയായിട്ട് അവർ സംരക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ വശത്തോട്ട് വരുമ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ ഓരോ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം. ഇതൊരു ചെറിയൊരു സ്ഥലമാണ്. ഇവിടെ നേരത്തെ നമ്മൾ കണ്ട കണക്ക് തന്നെ ഒരുപാട് ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ രാജാവിൻ്റെ ഒരു പ്രതിമ ഇവിടെ വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ഒരു സെൻറ്ററിലായിട്ട് തന്നെ ഇങ്ങനെ ഒരു പ്രതിമ സെറ്റ് ചെയ്യുന്നതാണ്. ഈ ഹാളിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ മച്ചിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ചിത്രപ്പണികളൊക്കെ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ നടുവിലായിട്ട് തന്നെ ആ രാജാവിൻ്റെ ഒരു പ്രതിമ ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ചുറ്റിനാണ് നേരത്തെ നടന്ന് കാണിച്ച സ്ഥലങ്ങളൊക്കെ വരുന്നത്. ഒരുപാട് പുരാവസ്തുക്കൾ ഒക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ മുന്നിൽ ഇതുപോലെ ഗാർഡൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇത് പിന്നെ ഈ സൈഡിലുണ്ട് കേട്ടോ ഒരുപാട് ശില്പങ്ങളും കാര്യങ്ങളൊക്കെ. എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ കാണുന്ന ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ആ ഒരു മിനിയേച്ചർ രൂപമാണ് കേട്ടോ. ഇതിലൊക്കെ ഏത് വർഷത്തിലാണ് ഇത് ഒക്കെ നിർമ്മിച്ചത് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് 14ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പ്രതിമയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് 11, 12 ആ ഒരു കാലത്ത് നിർമ്മിച്ചതാണ്. ഇത് 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചാണ് ഈ ഒരു പ്രതിമ വരുന്നത്. ഇവിടെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ആ ഒരു ശില്പത്തിൻ്റെ താഴെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതായി കാണുന്നത് 11ാം നൂറ്റാണ്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്ന പ്രതിമയൊക്കെ. കാലത്ത് ഉപയോഗിച്ചിരുന്ന പൂജാ സാധനങ്ങൾ അവിടെ കാണുന്ന പൂജാ പാത്രങ്ങളൊക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് ബെൽ ടവർ കേട്ടോ. നല്ല ഹൈറ്റുണ്ട്. ഇതിൻ്റെ മേഖലയിലേക്ക് കയറാൻ വഴിയിട്ടെന്ന് തോന്നുന്നു. ആ സൈഡിൽ കൂടെ കയറാമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളതിൻ്റെ മേഖലയിലേക്ക് കയറാൻ നിൽക്കുന്നില്ല. ഇവിടേക്ക് ഒന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ഇതുപോലത്തെ ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ പിള്ളേരെ കളിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. സ്കൂൾ ഗ്രൗണ്ട് എന്തോ പറ്റുമോ. ഇതാണ് ആ ബെൽ ടവർ. അപ്പോൾ ഈ തഞ്ചാവൂരുള്ള മറാത്ത പാലസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്കൊരു പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം.